എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തനിയാളൊക്കെ കഴിഞ്ഞ് വിചാരിച്ച് ഒരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പ്രോട്ടീൻ ബാറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബാറാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാം, നമുക്ക് കഴിക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷുഗർ ഇടാത്ത നല്ല അടിപൊളി ഒരു പ്രോട്ടീൻ ബാറായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയട്ടെ. ഫസ്റ്റായി നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് എന്തായാലും ചെയ്യണേ. താങ്ക് യു. മത്തൻ്റെ വിത്തും സൺഫ്ലവറിൻ്റെ വിത്തും ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അതുപോലെ തന്നെ ഓട്സ് ഒരു 1.5 കപ്പ് ഓട്സ് ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ചട്ടിയിലിട്ടിട്ട് നന്നായി വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിന് ശേഷം ഞാനൊരു 15 ഈത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിത്ത് ഇവിടെ മത്തങ്ങയുടെ വിത്തും സൺഫ്ലവറിൻ്റെ വിത്തും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ 2 സ്പൂണ് വലുത് ആണ് വേണ്ടത്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. പിന്നെ ഒരു മിക്സി ജാർ എടുക്കുക, അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക, അതായത് ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓട്സും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങളടുത്ത് ഫ്ലേവറുള്ള ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ അതിട്ട് കൊടുക്കുക, പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ കോഫി ഫ്ലേവർ ആണെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പ്ലെയിൻ ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ പ്ലെയിൻ പീനട്ട് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് കിട്ടും. ഇത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ബാറാണ്. ചോക്ലേറ്റൊക്കെ കഴിക്കണക്കാട്ടും നല്ല ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സൊക്കെ കൊടുത്തയക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനത് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അരച്ച് ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് കിട്ടും. വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പാടില്ല. ഇതുപോലെ നമ്മുടെ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അതുപോലെ അമർത്തി കൊടുത്തിട്ട് അതിന് ശേഷം ഇതിൻ്റെ മീതെ നട്ട്സുകളൊക്കെ ഇടുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മീതെ ഈ നമുക്ക് ഇഷ്ടമുള്ള മത്തൻ്റെ വിത്തും സൺഫ്ലവർ സീഡും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം അതല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അമർത്തി ഇതൊന്ന് നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ജസ്റ്റ് മിക്സിയിൽ കിടന്ന് ഇതായതല്ലേ, അത് നന്നായിട്ടൊന്ന് സെറ്റാൻ വേണ്ടി വെക്കാം. സെറ്റാവണക്കാട്ട് മുന്നേ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ പോലെ ചെയ്തതിന് ശേഷം സെറ്റാവാൻ വേണ്ടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ ബാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ലൈക്ക്